ശങ്കരനാരായണ പ്രമോദ് തിയന്നൂർ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ട് നടത്തുന്ന അഷ്ടദ്രവ്യ മഹാ അർക്ക ഗണപതി ഹോമം. 1000 അമ്മമാരുടെ നാമജപയജ്ഞം, മഹാ അന്നദാനം, 75 പരം വനിതകൾ അണിനിരക്കുന്ന പഞ്ചവാദ്യവും 108 വനിതകൾ ഒരുമിക്കുന്ന തിരുവാതിരകൾ, രാത്രി 7 മണിക്ക് ജ്വാല മ്യൂസിക് നയിക്കുന്ന ഭക്തി സാന്ദ്രമായ സംഗീത സദസ്സിൽ സൂര്യാജി പാടും. സൂര്യാജിയുടെ സൂര്യയാഗം എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കഴിഞ്ഞ 4 ദിവസമായി ഒറ്റപ്പാലം നഗരത്തിലൂടെയുള്ള ഗതാഗതം ദുരിതപൂർണമാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത തടസ്സമാണ് നേരിടുന്നത്. ഈസ്റ്റ് ഒറ്റപ്പാലം പുതിയ പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ വലിയ മണ്ണിടിച്ചിലാണ് ഇതിന് കാരണം. പഴയ പാലത്തിന്റെ ഭാഗത്തു നിന്നും ഏകദേശം 6 അടിയോളം ഉയരത്തിലാണ് മണ്ണിടിഞ്ഞത്. തൊഴിലാളികൾ ഇല്ലാത്ത സമയമായതിനാൽ വലിയ അപകടവും ഒഴിവായി. എന്നാൽ ഇതോടെ ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കും ആരംഭിച്ചു. പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് മാന്തിയതോടെയാണ് മണ്ണിടിഞ്ഞത്. ഇതോടെ റോഡിന്റെ മധ്യഭാഗത്തേക്ക് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാനുള്ള വഴി മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇതാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനും വഴിവെച്ചത്. പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി പുതിയ പാലത്തിലൂടെ ഒരു ഭാഗത്തേക്കും പഴയ പാലത്തിലൂടെ മറുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ അഡ്വക്കേറ്റ് പ്രേംകുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ കാലപഴക്കമുള്ള ഈ പാലത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ആരും കാണിച്ചില്ല എന്നതാണ് വാസ്തവം. ഇതിന് ഒരു പില്ലർ സപ്പോർട്ട് കൊടുത്ത് സംരക്ഷിക്കുന്നതിന് പകരം പുതിയ പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് മുൻപേ തന്നെ പഴയ പാലം തകർക്കുന്ന അവസ്ഥയിലേക്കാണ് നയിച്ചത്. ഈ വിഷയത്തിൽ അറിവുകൾ കുറവുള്ള കോൺട്രാക്ടർമാരെയും എഞ്ചിനീയർമാരെയും ചുമതലപ്പെടുത്തുന്നതാണ് ഇത്തരം അവസ്ഥകൾക്കെല്ലാം കാരണമാകുന്നതെന്നാണ് യാത്രാക്ലേശം നേരിടുന്ന യാത്രക്കാർ പറയുന്നത്. ഒരാഴ്ചയാണ് ഇത് ശരിയാക്കാൻ എടുക്കുന്ന സമയം. ഈ ഒരാഴ്ചയോളം ഇതേ ഗതാഗത തടസ്സവും ഒറ്റപ്പാലത്ത് തുടരാനാണ് സാധ്യത.